ആയതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഗൃഹശുദ്ധി. വീടിനകം സൂര്യപ്രകാശവും ശുദ്ധവായുവും പ്രവേശിക്കുന്നതിന് പര്യാപ്തമായിരിക്കണം. മലിനവസ്തുക്കളെ ഉപേക്ഷിക്കണം. നിത്യവും എല്ലായിടവും അടിച്ചു വൃത്തിയാക്കണം. പ്രിയരെ, വിഷാദചിത്തനായിരിക്കുന്ന ഒരാളിന്റെ മനസ്സ് മഞ്ഞുകാലത്തെ കാഴ്ചകൾ പോലെയാണ്. മഞ്ഞു മാറിയാലേ കാഴ്ചകൾ തെളിയൂ. അതുപോലെ വിഷാദം മാറിയാലേ മനസ്സ് പ്രസന്നമാകൂ. പ്രസന്നമായിരിക്കുന്ന മനസ്സിലാണ് പുതിയ ചിന്തകളും ആശയങ്ങളും ഭാവനകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം മനുഷ്യനെ പ്രബുദ്ധതയിലേക്കും ഔന്നത്യത്തിലേക്കും ആനയിക്കുന്നതിനുള്ള സ്രോതസ്സുകളായിത്തീരുന്നതാണ്. അതുകൊണ്ട് ആന്തരികമായ ഈ മനോനിലയ്ക്ക് ഉത്സാഹവും ഉത്തേജനവും പകരുന്ന വിധത്തിലുള്ള ഒരു ബാഹ്യനില നമ്മുടെ ആവാസ കേന്ദ്രങ്ങളിൽ രൂപപ്പെടുക കൂടി വേണം. അതിന് യോജിക്കുന്ന നിലയിലായിരിക്കണം ഗൃഹങ്ങളുടെ അന്തർഭാഗം ക്രമീകരിക്കപ്പെടേണ്ടത്. ഇരുണ്ടുമൂടിയതും വായുസഞ്ചാരത്തിന് യോഗ്യമല്ലാത്തതുമായ ഗൃഹാന്തരീക്ഷം വേഗം മടുപ്പുണ്ടാക്കുന്നതാണ്. വിയർപ്പ് ശരീരത്തിന് ദുർഗന്ധമുണ്ടാക്കുന്നതുപോലെ ഇത്തരം മടുപ്പിക്കുന്ന ഗൃഹാന്തരീക്ഷം ശരീരത്തിന്റെ താപനിലയെയും മനസ്സിന്റെ സമനിലയെയും പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഗൃഹത്തിന്റെ അകമെല്ലാം എപ്പോഴും ശുദ്ധമായിരിക്കണം. സൂര്യപ്രകാശത്തിന് യോഗ്യവും ശുദ്ധവായുവിന്റെ സഞ്ചാരത്തിന് പര്യാപ്തവുമായിരിക്കണം. നിത്യവും അടിച്ചുവാരി വൃത്തിയാക്കിയും സാധന സാമഗ്രികൾ അടുക്കിയും ഒതുക്കിയും സൂക്ഷിക്കണം. ഉപയോഗശൂന്യമായ സാധനങ്ങളും മറ്റും മലിനമായ വസ്തുക്കളും ആർക്കും ദോഷമുണ്ടാക്കാത്ത നിലയിൽ മറവ് ചെയ്യുകയോ അഗ്നിക്കിരയാക്കുകയോ ചെയ്യണം. ഒരു പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന നിലയിൽ ഗൃഹവസ്തുക്കൾ കൂടെ പുനർവിന്യാസം ചെയ്യുന്നതും ഉത്തമമാണ്. ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഗൃഹശുദ്ധിയും പ്രധാനമാണ്. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.